ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മതപരമായ ചില വ്യാഖ്യാനങ്ങളുണ്ട്. ശരിയാവാം, തെറ്റാവാം. എന്നാൽ വ്യക്തിപരമായ ചില ഞാൻ സാർ ഈ പോലീസ് സർവീസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സാറിന്റെ ചില വെളിപ്പെടുത്തൽ ടെലിവിഷനകത്തും പുറത്തും സാറിന്റെ പ്രഭാഷണങ്ങളിലും ഒക്കെ കേട്ട ആൾക്കാർ സാറിനെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അല്ലേ? കാരണം ഈ വിമർശനങ്ങളൊക്കെ ഇക്കാലത്ത് മറുപടി പറയാൻ സാർ ശ്രമിച്ചിട്ടുണ്ടോ? അതൊക്കെ അവഗണിക്കല്ല. ഒരാള് എനിക്കെതിരെ ഒരു പരാതി പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ ആ വ്യൂ പോയിന്റ് സ്വീകരിക്കും. അല്ലാതെ ശാസ്ത്രീയ അടിത്തറ ഉണ്ടെങ്കിൽ അല്ല, ശാസ്ത്രീയ എടുത്തോണ്ട് നേരിട്ട് ഫോൺ ചെയ്ത് ഞാൻ സംസാരിക്കും. ആളിനെ ഫോൺ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അഭിപ്രായം എന്റേതായ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. അപ്പൊ എന്നെ ഒരാൾ വിമർശിച്ചാൽ അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിൽ ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ട്. അപ്പൊ അത് ഞാൻ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കും. എന്റെ തെറ്റാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കും. സറണ്ടർ അല്ല, ക്ലാരിഫൈ ചെയ്യും. നമ്മൾ എതിരഭിപ്രായം സ്വീകരിക്കണം. നമ്മൾ സ്വീകരിക്കും. അതിനെപ്പറ്റി നമുക്ക് തർക്കമൊന്നുമില്ല. അപ്പൊ ഈ ചിലർക്ക് വ്യക്തിപരമായ എക്സ്പീരിയൻസ് ആണ്. അത് സയന്റിഫിക് ആണോ അല്ലയോ നമ്മൾ വെരിഫൈ ചെയ്യണം. പിന്നെ അബ്സല്യൂട്ട് സയൻസിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തായ ബീയിങ്സിനെ പറ്റിയോ ഇതിനെ പറ്റിയോ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനെ എക്സ്ട്രാ ടെറസ്ട്രിയലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അസ്ട്രൽ ബോഡി ഉണ്ടോ? അത് ശാസ്ത്രീയമായി കണ്ടെത്തേണ്ട സംഭവമാണ്. സൈക്കോളജി കണ്ടെത്താം, കുറച്ച് ഫിസിസിസ്റ്റ്. എന്റെ സംശയം സാർ, ശാസ്ത്രം ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുമില്ല. അപ്പൊ ഈ ദുരൂഹതകൾ മാറ്റാൻ ഒരു കാലത്ത് ശാസ്ത്രത്തിന് കഴിഞ്ഞാൽ സാറ് പ്രചരിപ്പിച്ചതും സാറ് പറഞ്ഞതും ഒരു അബദ്ധജടിലമായ കാര്യമാണ് എന്ന് വരുമ്പോ സാർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഞാൻ ഒന്നും പ്രചരിപ്പിക്കാറില്ല. സാറിന്റെ പ്രഭാഷണങ്ങൾ വളരെ വ്യക്തിപരമായി കേൾക്കുന്നവരുണ്ട്. അല്ല, എന്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പറയും. അനുഭവം പറയുന്നത് എന്റെ അനുഭവമാണ്. അത് ശാസ്ത്രീയമാണല്ലോ നമുക്ക് അറിഞ്ഞൂടാ. എതിരഭിപ്രായം പറഞ്ഞ് ഞാനത് വെരിഫൈ ചെയ്യും. അല്ലെങ്കിൽ ഞാനൊന്നും പ്രചരിപ്പിക്കാറില്ല. എനിക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നിപ്പോ സാറിന്റെ ചിന്താഗതികളിൽ നമ്മുടെ ഈ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ സാറിന്റെ മനസ്സിൽ തട്ടിയോ? ഡോക്ടർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെ ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായിട്ട് ആ ഫിനോമിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. ഡോക്ടർ പറഞ്ഞാൽ മനസ്സിലാക്കണം. ലിയാക്കത്ത് ചില സംഗതികൾ പൊളിച്ച് പറഞ്ഞില്ലേ? ലിയാക്കത്ത് പറഞ്ഞ ആ വ്യൂ പോയിന്റ് നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചെങ്കിലേ അങ്ങനെയും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല, ഇവര് സാർ മുന്നേ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൊണ്ട് ഇവർ ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളെ മുൻവിധിയോടെ തർക്കിക്കുന്നത് ഈ ഇവരുദ്ദേശിക്കുന്ന ശാസ്ത്രീയ മാർഗങ്ങൾ പ്രചരിപ്പിക്കാൻ തടസ്സമാകുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അത് സൈക്കോളജിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കണം. എന്റെ മകള് അമ്മു എലിസബത്ത് അലക്സാണ്ടർ സൈക്കോളജി BSc എടുത്തു, MSc എടുത്തു, PhD എടുത്തു, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പൊ ഈ ഡോക്ടർ പറയുന്ന പോലെ ഈ സൈക്കോളജി വെച്ചിട്ട് മോൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു വ്യൂ പോയിന്റ് അല്ല ഈ സൈക്കോളജിസ്റ്റ് പറയുന്ന മകൾ പറയുന്നത്. അപ്പൊ നമുക്കത് ലിസൺ ചെയ്യുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ എന്റെ വ്യൂ പോയിന്റ് ഒരു തെറ്റുണ്ട്. അല്ല, ചോദ്യം അതല്ല സാർ. ഈ മകള് ബുദ്ധിപരമായിട്ട് മനഃശാസ്ത്ര വിശകലനത്തിലൂടെ പറയുന്ന കാര്യങ്ങള് ആ വഴിയാണ് കറക്റ്റ് എന്ന് സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് തോന്നും. ചില സമയത്ത് സൈക്കോളജി പറയുന്നതാണ് ശരി. അപ്പൊ ഞാൻ ആ വ്യൂ പോയിന്റ് കറക്റ്റ് ചെയ്യും. നമ്മുടെ അനുഭവത്തിൽ പറയുന്ന വ്യൂ പോയിന്റ് കറക്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ചില സംഭവങ്ങൾ നമ്മൾ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ ആത്മാവ് വിളിച്ചു പോലത്തെ കേസ് തെളിയിച്ചു. അന്ന് ഉമാദത്ത് എന്ന് പറഞ്ഞൊരു ശാസ്ത്രീയ ഫോറൻസിക്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു എക്സ്പീരിയൻസ് കണ്ടു, ഇതൊന്ന് ശാസ്ത്രീയമായി തെളിയിക്കണമെന്ന്. ഉമാദത്തിന് എന്ത് ചെയ്തു? വേറൊരു കേസിൽ ഒരു കള്ളുടിയന്മാർ തമ്മിൽ കത്തിക്കുത്തുണ്ടായി കേസ് തെളിയിക്കുന്ന സംഭവത്തിന് വേറൊരു തെളിവൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഈ ആത്മാവിനെ വിളിച്ചു വരുത്തി. ആത്മാവ് പറഞ്ഞു ഞങ്ങൾ കള്ളടിച്ചിരിക്കാൻ എനിക്ക് ഒരു ഓർമ്മയില്ലെന്ന് ആത്മാവ് പറഞ്ഞു. അപ്പൊ കേസ് തെളിയിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവ് കള്ളടിച്ചിരിക്കാൻ ആത്മാവിന് ബോധമില്ല. മനസ്സിലാവുന്നു? വേറൊരു കേസിൽ ഞങ്ങൾ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് അന്ന് നമ്മുടെ ഹോർമിസറൻ സാർ DGP അദ്ദേഹം എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇതെന്തോ ഇത് ശാസ്ത്രീയമാണ്, വല്ല ശാസ്ത്രീയം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരും ട്രൈ ചെയ്യാണ്. പക്ഷെ അന്ന് മുമാത്തൻ പറയുന്നത് ഈ വരുന്ന ആളിന്റെ മനസ്സിൽ എന്തോ ഡോക്ടർ പറഞ്ഞ പോലെ എന്തോ ഓട്ടോ സജഷൻ ഇരിപ്പുണ്ട്. അപ്പൊ ഈ പയ്യന്നൂരിലെ കേസിൽ തന്നെ എൻ്റെ അപ്പനെ കൊല്ലാൻ സാധ്യതയില്ല അവനാണ് എന്നൊരു സംശയം കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ആത്മാവ് ആവാഹിച്ച സമയത്ത് കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന പേര് ഈ അച്ഛൻ്റെ ശത്രുവിൻ്റെ പേരായിരിക്കും. അപ്പൊ ആ സൈക്കോ സജഷൻ ആണോ ഈ കുട്ടി പറയുന്നത് അറിഞ്ഞൂടാ. അപ്പൊ തിരുവനന്തപുരത്ത് ഞങ്ങൾ മൂന്നാമതൊരു കേസിൽ ഇത് പ്രാക്ടീസ് നോക്കി. ഇതിനകത്ത് ശാസ്ത്രീയ ബലം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അതിനകത്ത് ഉമാദത്തം പറയുന്നത് ഈ ആത്മാവ് കയറി കഴിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്നത് അയാളുടെ ശത്രുതയുള്ള ഒരാളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അയാളുടെ ഹൃദയത്തിൽ മനസ്സിലുള്ള ഒരു ശത്രുതയാണ് ഈ ആത്മാവ് എന്നുള്ള രീതിയിൽ സംസാരിച്ചതെന്ന് ഉമാദത്തം പറയുന്നു. പക്ഷേ ഉമാദത്തന് ശാസ്ത്രീയമായിട്ട് തന്നെ വ്യാഖ്യാനിക്കാം. ഞങ്ങളപ്പോൾ ഇങ്ങനൊരു സംഭവം കിട്ടിയത് ശാസ്ത്രീയമായി ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കാമോ, ആത്മാവിനെ ഉപയോഗിക്കാമോ എന്ന് നോക്കി 3-4 തവണ ശ്രമിച്ചു നോക്കി. അല്ല, അത് സാറ് നടത്തിയ അന്വേഷണത്തിൽ എന്താ ഒരു കൺക്ലൂഷൻ? എനിക്ക് കൺക്ലൂഷൻ ഇല്ല. എനിക്ക് ഈ കേസ് തെളിഞ്ഞു. അല്ല, ഈ ആത്മാക്കൾ വഴി എന്തായാലും 1-2 കേസോളം സാർ അന്വേഷിച്ചല്ലോ. അപ്പൊ അതിനകത്ത് സാറിന് ഒരു റിസൾട്ടും ഉണ്ടായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താകും? അല്ല, ഉമാദത്തിനും ഹോർമിസറൻ സാർ DGP ഞങ്ങളെല്ലാം കൂടെ നോക്കി. പക്ഷെ ബാക്കി 2 കേസിൽ കിട്ടിയില്ല. ഈ കേസിൽ കിട്ടി. അപ്പൊ അത് ഇതാണോ നമുക്ക് അറിഞ്ഞൂടാ.
അപ്പൊ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കേണ്ടെന്നാണ് കേരള പോലീസിന് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി വേല ആത്മാവിനെ വളരെ ശാസ്ത്രീയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ചർച്ച എത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ എനിക്ക് സാറോട് പറയാണ്ട്. സാറ് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്ന ഈ തരം കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിനെ ബാധിക്കുന്നതെന്ന് സാറ് തന്നെ പറയുന്നു. അത് കൃത്യമായിട്ട് സാറ് ഒരു വിധി പറയുന്നില്ല, പ്രഡിക്ഷൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പുറത്ത് അല്ല, സാർ ഒന്നിന്റെ പ്രചാരകനല്ല, സാറിന്റെ അനുഭവങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നത് സാറിനെ പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള പോലീസ് സേനയിൽ ഇരിക്കുന്ന സമയത്ത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവർ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി അതേ സമയത്ത് സാർ ഈ പറയുന്ന അനുഭവങ്ങൾ ആരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് സാർ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇവിടെ പാവപ്പെട്ട മനുഷ്യന്റെ ദൈന്യത, രോഗം, അസുഖം, പിന്നെ അകാലത്തിൽ വേണ്ടപ്പെട്ടവരുടെ മരണം എന്ന് തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളിൽ അനുഭവപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ പ്രേതകഥകളിൽ കുരുക്കി ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. ഇത്തരം ആളുകളുടെ പ്രേതകഥയ്ക്ക് ആധികാരിക വേർഷൻ നൽകുകയാണ് സാറിൻ്റെ പല വീഡിയോകളും ചെയ്യുന്നത്. അതൊരു സാമൂഹ്യ ദുരന്തമാണ്. സാർ അത് തീർച്ചയായിട്ടും പരിഗണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്ന ഈ അനുഭവ കഥകൾ മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ ഇപ്പുറത്തുണ്ട്. അത് സാറ് പ്രവർത്തിച്ച ഒരു സിവിൽ സർവീസിൽ പ്രവർത്തിച്ച കേരളത്തിലെ സമൂഹത്തോട് ഒരുപാട് ഉത്തരവാദിത്വം നിർവഹിച്ച അദ്ദേഹം അത് പരിഗണിക്കണം എന്ന് ഞാൻ ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെക്കാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാം കൂടെ ഒന്നിച്ചു ചോദിച്ചല്ലോ, സാറിനൊരു മറുപടി പറയാം. ആ റിക്വസ്റ്റ് ഞാൻ സ്വീകരിക്കുന്നു. അപ്പൊ ഇതിനകത്തൊരു മറുവശമുള്ളത്, ഈ ആറ്റിങ്ങലെ കേസ് ഞാൻ പറഞ്ഞില്ലേ, പോലീസിന്റെ കേസ്. അതെ. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഒരു ശത്രുതയുണ്ട്, അവനാണോ ഈ വന്ന് തട്ടുന്നതാണ് പെൺകുട്ടിയുടെ സംശയം. അതിനാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും എസ്പിയും കൂടി ഈ ക്യാമറ വെച്ചത്. ഈ ക്യാമറയിൽ ഈ ആത്മാവ് പോലെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് എന്തോ സാധനം വന്നിട്ട് ഇങ്ങനെ കൊട്ടുന്ന പോലെ കാണുന്നുണ്ട്. അതോടുകൂടി ഈ മനുഷ്യനെ ഞങ്ങൾ പ്രതിയാക്കാൻ തുടങ്ങായിരുന്നു. അതായത് ഈ പെൺകുട്ടി പറയുന്ന ആളിനെ കേസിൽ പ്രതിയാക്കാൻ തുടങ്ങായിരുന്നു, പെൺകുട്ടി ശല്യം ചെയ്തതന്നെ. അപ്പോഴാണ് ഈ ആത്മാവിന്റെ കൂട്ടൊരാൾ വരുന്നത്. പക്ഷെ ആ ആത്മാവിന്റെ മുഖം ഇവളെ പ്രേമിച്ചിട്ട് ആത്മഹത്യ ചെയ്തൊരു മനുഷ്യന്റെ മുഖം പോലെ തോന്നിച്ചു. അതോടുകൂടി ആ പെൺകുട്ടിയുടെ സംശയം തീർന്നു. അല്ലെങ്കിൽ നിരപരാധി ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനായിരുന്നു. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആറ്റിക്കലെ ഫോട്ടോ എന്തോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആ ഫോട്ടോ ഞാനും കണ്ടതായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു.